നമസ്കാരം. എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ സിപ്രിൻ നൂർദീൻ. കഴിഞ്ഞ പ്രാവശ്യം കേരള PSC നടത്തിയ തദ്ദേശ സ്വയംഭരണ വകുപ്പ് BDO പരീക്ഷയ്ക്ക് 259 റാങ്കും, സബ് ഇൻസ്പെക്ടർ കേരള പോലീസ് 9ാമത്തെ റാങ്കും, എക്സൈസ് ഇൻസ്പെക്ടർ 7ാമത്തെ റാങ്കും നേടിയ ഒരു ഉദ്യോഗാർത്ഥി കൂടിയാണ് ഞാൻ. നിലവിൽ കേരള PSC മത്സര പരീക്ഷകൾക്കും സെൻട്രൽ ലെവൽ പരീക്ഷകൾക്കുമെല്ലാം കോച്ചിങ് നൽകിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ 2024 ഇതേ മത്സര പരീക്ഷകൾക്കായി കേരള PSC വിജ്ഞാപനം നടത്തി അത് പ്രകാരമുള്ള പരീക്ഷ തീയതി വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പുതുതായിട്ട് കേരള PSC നോക്കുന്ന ഉദ്യോഗാർത്ഥികളും വർഷങ്ങളായി ഇതിൽ പ്രയത്നിക്കുന്നവർക്കുമെല്ലാം പെട്ടെന്ന് ഒരു നിമിഷം എവിടെ നിന്ന് ആരംഭിക്കണമെന്നറിയാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ എൻ്റെ ഇത്രയും കാലത്തെ പഠിപ്പിച്ചു നേടിയ ഒരു ചെറിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു പരീക്ഷ ട്രാക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങളുമായിട്ടാണ്, മോട്ടിവേഷൻ കൂടി നിങ്ങൾക്ക് നൽകി മുന്നോട്ട് പോകാനാണ് ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് എംഫേവർ കേരള PSC എന്ന ഒരു ടെലിഗ്രാം ചാനലുണ്ട്. ടെലിഗ്രാമിൽ 1 ലക്ഷത്തിലധികം പേരുള്ള ഒരു ചെറിയ ചാനലാണ്. അതിൽ ഞാൻ തയ്യാറാക്കിയ നോട്ടുകൾ പ്രധാനമായിട്ടും UPSC ലെവലിൽ കേരള PSC സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി അതിനടിസ്ഥാനപ്പെടുത്തി ബിഗിനിങ് മുതൽ, അതായത് 0 ലെവലിൽ നിന്നും അഡ്വാൻസ് സ്റ്റേജ് വരെ ഒരൊറ്റ സ്റ്റെപ്പിൽ പഠിച്ചു പോകാവുന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട നോട്ടുകൾ അവിടെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാവുന്നതാണ്. എന്നിൽ നിന്നും എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടേയിരിക്കും. ആദ്യമായിട്ട് കാര്യത്തിലേക്ക് വരികയാണ്. ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാം 2024 3 പരീക്ഷകളാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. LSTI സെക്രട്ടറി, അതായത് കഴിഞ്ഞ തവണ ഞാൻ എഴുതിയ BDO, അത് പോരാഞ്ഞിട്ട് മുനിസിപ്പൽ സെക്രട്ടറി, പഞ്ചായത്ത് സെക്രട്ടറി എന്നീ 3 തസ്തികകളെ ഏകീകരിച്ചുകൊണ്ട് പുതുതായിട്ട് ഒരു തസ്തിക ക്രിയേറ്റ് ചെയ്തതാണ് LSTI സെക്രട്ടറി. 3നെയും കൂടെ യോജിപ്പിച്ചു. ഗസറ്റഡ് തസ്തികയാണ്. രണ്ടാമത്തേത് സബ് ഇൻസ്പെക്ടർ കേരള പോലീസ്, 3 എക്സൈസ് ഇൻസ്പെക്ടർ. ഈ 4 പരീക്ഷകളുമാണ് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രിലിമിനറി പരീക്ഷ കേരള PSC നടത്തുന്നതായിക്കോട്ടെ ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണ്. വിവിധ ഘട്ടങ്ങളിലായിട്ട് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പരീക്ഷയ്ക്ക് ഇരിക്കേണ്ടി വരും. ഇനി ഇതിൽ ഒരു നിശ്ചിത കട്ട് ഓഫ് കടക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സ്വാഭാവികമായിട്ടും ഡിഗ്രി ലെവൽ മെയിൻസ് എഴുതുവാനുള്ള അവസരം ലഭിക്കും. 2024 തന്നെ ഡിഗ്രി ലെവൽ മെയിൻസും നടത്തുമെന്നുള്ള പ്രഖ്യാപനം കേരള PSC നടത്തിയിട്ടുണ്ട്. ഈ പറയുന്ന 3 പരീക്ഷകൾക്കും മെയിൻസ് പരീക്ഷ വെവ്വേറെ ആയിരിക്കും. അതായത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എന്ന് പറയുന്നത് ഒരൊറ്റ പരീക്ഷയായിട്ട് ഈ 3 തസ്തികൾക്ക് വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥിക്ക് എഴുതാമെങ്കിൽ, പ്രിലിംസ് പാസ്സായി മെയിൻസിലേക്ക് കടന്നു വരുമ്പോൾ വെവ്വേറെ പരീക്ഷകളായിട്ട് എഴുതേണ്ടി വരും. LSTI സെക്രട്ടറി സെപ്പറേറ്റ് പരീക്ഷ, സബ് ഇൻസ്പെക്ടർ സെപ്പറേറ്റ്, എക്സൈസ് സെപ്പറേറ്റ്. എന്നാൽ ഇവയെല്ലാം നടക്കുന്നതോ 2024 ആഗസ്റ്റ്, ഒക്ടോബർ മാസങ്ങളിലാണ് എന്നുള്ള കാര്യവും കേരള PSC പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോ മെയിൻസും കഴിഞ്ഞു ഈ പറയുന്ന പരീക്ഷകൾക്കെല്ലാം തന്നെ ഇന്റർവ്യൂ ഉണ്ട്. അപ്പോ 3 ഘട്ടങ്ങൾ അതിജീവിച്ചുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ വരാൻ നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങള് പിന്നോട്ട് നോക്കണ്ട, മുന്നോട്ട് കുതിക്കാൻ വേണ്ടിയിട്ടുള്ള ഊർജവുമായിട്ട് അങ്ങ് കയറി പോരാടുക എന്നുള്ളതാണ്, ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്, യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. എന്ത് നമുക്ക് ചുറ്റുമുള്ള ആളുകളുമായിട്ടല്ല, അല്ലെങ്കിൽ നമ്മളോടൊപ്പം പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളുമായിട്ടല്ല നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്, നമുക്കെതിരെ തന്നെയാണ്. എന്താണ് നമ്മളിലുള്ള മടി, നമ്മളെ എന്തിനും പുറകോട്ട് വലിക്കുന്ന ചില ചിന്തകൾ, അതിനെതിരെയെല്ലാം നമുക്ക് ലഭിച്ച പരിഹാസങ്ങൾക്കും കുത്തുവാക്കുകൾക്കും ഒക്കെ എതിരെ നമ്മളൊരു പട നയിച്ചാൽ, നമ്മളൊന്ന് പൊരുതിയാൽ നമുക്ക് നാളുകളിൽ അതിന്റെ ഫ്രൂട്ട്ഫുൾ റിസൾട്ട്സ് നേടിയെടുക്കാം. ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവയൊക്കെ തന്നെയാണ്. ഇനി പഠിച്ചാൽ പരീക്ഷ പാസ്സാകാനുള്ള ചാൻസ് എത്ര? ആദ്യമായാണ് PSC നോക്കുന്നത് പഠിച്ചാൽ കിട്ടുമോ ഇത്തവണ. അവസാനത്തെ അവസരമാണ്, കിട്ടിയേ തീരൂ. പരീക്ഷ 2 ഘട്ടമായതുകൊണ്ട് എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം? മെയിൻസിന്റെ സിലബസ് വെച്ച് ആദ്യം പഠിച്ചാലോ
പ്രിലിമിനറി എനിക്ക് കിട്ടും, മെയിൻസ് ആണ് പ്രശ്നം. KS UPSC നോക്കുന്നത് കൊണ്ട് എനിക്കിത് എളുപ്പം പഠിച്ചെടുക്കാം. LDC പഠിക്കുന്നുണ്ട്, അപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഉപയോഗപ്പെടുമോ തുടങ്ങി നിരവധി അനവധി ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും. ശ്രദ്ധിക്കുക, ഇനി പഠിച്ചാൽ പരീക്ഷ പാസ്സാകാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആ സെക്കൻഡ് തന്നെ നിങ്ങൾ ആദ്യം ബുക്ക് എടുത്ത് വെച്ച് പഠിക്കുക എന്നുള്ളതാണ്. ആരോടും ചോദിക്കണ്ട. ഇനി പഠിച്ചാലെന്നല്ല, ഏത് കാലത്ത് നല്ല വൃത്തിക്ക് പഠിച്ചാലും നമ്മൾ ആഗ്രഹിക്കുന്ന ജോലിയിൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. അതിന് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ചോദ്യം മനസ്സിൽ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫൈറ്റ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിയിലേക്ക് വരിക. ഓക്കെ, എപ്പോഴും മെന്റൽ സ്ട്രെങ്ത്, നമ്മുടെ മനസ്സ് സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്തത്, ആദ്യമായാണ് PSC നോക്കുന്നത്, പഠിച്ചാൽ കിട്ടുമോ? ഞാനും BTech കഴിഞ്ഞ് ആദ്യമായിട്ട് PSC നോക്കി, എനിക്ക് പഠിച്ച് കിട്ടി, ജോലി കിട്ടി, ജോലിയിൽ കയറി ഇപ്പോ ഈ പറയുന്ന അധ്യാപകനായിട്ട് ഇപ്പൊ നിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ഒരു കാര്യം ആദ്യമായിട്ടാണ് ചെയ്തു നോക്കുന്നത്. അത് സക്സസ് ആകുന്നത് എന്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും? ആ വ്യക്തി അതിൽ എത്രത്തോളം ഇൻവോൾവ്മെന്റ് നടത്തിക്കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നു. അതിന്റെ ആ ഒരു സ്ഥിര ഉത്സാഹം, അതായത് ഡിറ്റർമിനേഷൻ എന്ന് പറയും, അത് എത്രത്തോളം വലുതാണ്, അതിനനുസരിച്ച് നമ്മുടെ വിജയവും വളരെ വേഗം തന്നെ സംഭവിക്കും. മൂന്നാമത്തെ ചോദ്യം നോക്കിയേ, അവസാനത്തെ അവസരമാണ്, കിട്ടിയേ തീരൂ. എന്തുകൊണ്ട് ഇത് അവസാനത്തെ അവസരമായി? ഇതിനു മുന്നേ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിന് മുന്നേ ഉള്ള അവസരങ്ങളെല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തിയില്ല? അന്ന് ഇതിനെ വലിയ കാര്യമായിട്ട് കണ്ടില്ല. കേരള PSC എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് കണ്ടില്ല. 100-101 ജോലികൾ ചെയ്യുന്നതിന്റെ ഇടയിൽ കേരള PSC വെറുതെ ഒന്ന് വന്ന് നോക്കിയിട്ട് പോയി. വെറുതെ നോക്കിയാൽ കിട്ടുമെന്നൊക്കെ പണ്ടാരോ പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ വെറുതെ വന്ന് നോക്കിയതാ, പക്ഷെ കിട്ടിയില്ല. ഇപ്പോ വയസ്സ് 36 ഇനി അവസരമില്ല, കിട്ടിയേ തീരൂ എന്നുള്ളതാണ്. കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞിട്ട് നാളെ വീണ്ടും പഴയപടിയാവുന്നവരാണ് വളരെ കൂടുതൽ ആളുകൾ. അപ്പോ ഇത്തവണ അത് കിട്ടണമെങ്കിൽ മറ്റ് പരിപാടികളെല്ലാം, പ്രൈവറ്റ് ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ പ്രൈവറ്റ് ജോലി ഒഴിവാക്കുക, അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാണെന്നുണ്ടെങ്കിൽ മാക്സിമം മണിക്കൂർ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ള അല്ലാതെ വേറെ ഒരു വഴിയില്ല. ഇവിടെ നിങ്ങൾ മാക്സിമം സമയം കണ്ടെത്തി നന്നായിട്ട് പഠിക്കുമോ അത്രത്തോളം നിങ്ങളുടെ വിജയ ശതമാനം കൂടിയിരിക്കും. പരീക്ഷ 2 ഘട്ടമായതുകൊണ്ട് എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം? ഡിഗ്രി ലെവൽ പരീക്ഷ 2 ഘട്ടമാണല്ലോ, പ്രിലിമിനറി എന്നും മെയിൻ എന്നും പറഞ്ഞു വരികയാണ്. നിങ്ങൾക്ക് ആദ്യ കടമ കടന്നാൽ മാത്രമേ രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ പ്രിലിമിനറി പാസ്സാകാനുള്ള പഠനമായിരിക്കണം ആദ്യം, അല്ലാതെ മെയിൻസിന് വേണ്ടി ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ വീട്ടിലിരിക്കേണ്ടി വരത്തില്ലേ? അത് പ്രധാനമായിട്ടും പറയുന്നത് വെച്ചാൽ എപ്പോഴും ഉദ്യോഗാർത്ഥികൾ പ്രിലിമിനറിയെ വളരെ, ചില ആളുകൾ, എപ്പോ എല്ലാവരും അല്ല കേട്ടോ, ചില ആളുകൾ പ്രിലിമിനറി എനിക്ക് അടുത്ത അത് വരുന്നുണ്ട്, മെയിൻസിന്റെ സിലബസ് വെച്ച് ആദ്യം പഠിച്ചാലോ, അതായത് പ്രിലിമിനറിയെ വളരെ ലാഘവത്തോടു കൂടി കാണുകയും, എനിക്ക് എല്ലായ്പ്പോഴും പ്രിലിമിനറി കിട്ടാറുണ്ട്, മെയിൻസ് കിട്ടാറില്ല. അതാണ് അവിടുത്തെ വിഷയം. പ്രിലിമിനറി എനിക്ക് കിട്ടും, മെയിൻസ് ആണ് പ്രശ്നം. അപ്പൊ പ്രിലിമിനറി കിട്ടിയിട്ട് എന്തുകൊണ്ട് മെയിൻസ് കിട്ടിയില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു വിഷയം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. നമ്മുടെ മനസ്സാണ് അവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്. മെയിൻസ് പരീക്ഷ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികൾ, വളരെ സീരിയസ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് പ്രിലിമിനറിയിൽ നിന്നും മെയിൻസിലേക്ക് കടക്കുന്നത്. എന്നിട്ട് അവരുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങളുടെ പഠനം അത്ര ശരിയായിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പഠനം വളരെ മികവുറ്റതായിട്ടും നിങ്ങൾക്കത് പരീക്ഷാ ഹാളിൽ അതേപടി അപ്ലൈ ചെയ്യാനുള്ള എക്സിക്യൂഷൻ ഒരു ലെവൽ വളരെ കുറഞ്ഞു പോയി, നിങ്ങളുടെ സമ്മർദ്ദം വളരെ കൂടി, അല്ലെങ്കിൽ പരീക്ഷ എക്സിക്യൂഷൻ ലെവൽ നിങ്ങളിൽ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. എല്ലായ്പ്പോഴും ഒരേ ഇതുപോലെ ആയിരിക്കത്തില്ല. ഇപ്പോ എല്ലാ പരീക്ഷകളും, ഈ LSTI സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു ഗസറ്റഡ് തസ്തികയാണ്. ഇതിന് ചെറിയ ലാഘവത്തോടു കൂടി കാണാൻ പറ്റാവുന്ന പരീക്ഷയല്ല. സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, ഇപ്പൊ കേരള PSCയുടെ ഒരു പരീക്ഷയും നിസ്സാരവൽക്കരിക്കാൻ പറ്റത്തില്ല. ഏത് പരീക്ഷ ഏത് ഘട്ടത്തിലെ ചോദ്യപേപ്പറാണ് നമുക്ക് പണി തരുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പ്രിലിമിനറി അച്ചട്ടായിട്ട് നന്നായി പഠിച്ച് സെറ്റ് ചെയ്ത് പ്രിലിമിനറി നമുക്ക് ഉറപ്പാക്കണം. അതിനുവേണ്ടി ആ സിലബസിലേക്ക് ഫോക്കസ് ചെയ്യൂ.
ഫോർ എക്സാമ്പിൾ പ്രിലിമിനറി സിലബസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ മാത്സ് റീസണിങ് 20 മാർക്ക്, ഇംഗ്ലീഷ് 20 മാർക്ക്, മലയാളം 10 മാർക്ക്. നിങ്ങൾക്ക് ജയിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഈ 3 സബ്ജക്റ്റുകളിൽ നിന്നും 50 മാർക്കാണ്. എന്നാൽ മെയിനിലേക്ക് വരുമ്പോഴോ ഇതിന് വലിയ പ്രാധാന്യമില്ല എന്നുള്ളതാണ്, ഇത്രയും മാർക്ക് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ പ്രിലിമിനറിക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഡിഫറെന്റ് ആണ്. ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കി വേണം നിങ്ങൾ പഠിക്കേണ്ടത്. മെയിൻസിലേക്ക് വരുമ്പോ ഈ പറയുന്ന കോമൺ ഡിഗ്രി ലെവൽ പരീക്ഷ, ഫോർ എക്സാമ്പിൾ LST സെക്രട്ടറി ആയിക്കോട്ടെ, പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്, സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ല, പേപ്പർ 1ഉം പേപ്പർ 2ഉം. അപ്പോ ഇപ്പൊ നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ എടുത്ത് വെച്ച് പഠിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രിലിമിനറി സിലബസും ഇപ്പോ മെയിൻസിന്റെ സിലബസും ഏകദേശം ഒന്ന് സെയിം ആണ് എന്ന് പറയാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നാമത്തെ കാര്യം, സ്പെഷ്യൽ ടോപ്പിക് മെയിൻസിൽ കയറി വരുന്നുണ്ട്. സ്പെഷ്യൽ ടോപ്പിക് ഡിഫറെന്റ് ആയിട്ട് 100 മാർക്കാണ് പേപ്പർ 2വിൽ LST സെക്രട്ടറിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടോപ്പിക് വരുന്നത്. എന്നാൽ പേപ്പർ 1ഉം കേരള PSCയുടെ കോമൺ ഡിഗ്രി ലെവൽ പ്രിലിമിനറി സിലബസും ഒരു 80-85% ഓക്കെ ആണ്, സെയിം ആണ്, സിമിലാരിറ്റി ഉണ്ട്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വ്യത്യസ്തമാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ഞാൻ ഈ പറഞ്ഞ 50 മാർക്ക് മാത്സ് റീസണിങ് ഇംഗ്ലീഷ് മലയാളത്തിൽ നിന്നാണ് പ്രിലിമിനറിക്ക് ചോദിക്കുന്നത്. അത്ര പോലും വെയിറ്റേജ് എവിടെയില്ല, മെയിൻസ് സിലബസിന് ഇല്ല. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റേജ് കൂടിയ സാധനങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രിലിമിനറി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൈകളിൽ പ്രിലിമിനറി ഭദ്രമായിരിക്കും. എങ്കിൽ മാത്രമേ മെയിൻസ് എഴുതാനുള്ള യോഗ്യത നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, എല്ലായ്പ്പോഴും ഒരേപോലെ ആയിരിക്കത്തില്ല. പ്രിലിമിനറി ചില ഘട്ടങ്ങൾ വളരെ കഷ്ടമായി പോയാൽ, വളരെ ബുദ്ധിമുട്ടായി പോയാൽ അവിടെ നമ്മൾ അടിച്ചു പോകും. ഓക്കെ, ഇനി അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. KS UPS നോക്കുന്നത് കൊണ്ട് എനിക്കിത് എളുപ്പം പഠിച്ചെടുക്കാം. സത്യമാണ്. കാരണം KS UPS ഒക്കെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വളരെ ഉന്മേഷത്തോടു കൂടി ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അവരെല്ലാവരും തന്നെ അത്യാവശ്യം വർക്ക്ഔട്ട് ചെയ്ത് തന്നെയായിരിക്കും ഈ ഒരു പരീക്ഷ അപ്ലൈ ചെയ്യുക. എന്നാൽ അവര് ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളിൽ നല്ലൊരു വിഭാഗം GK വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കും. പക്ഷെ അവര് മാത്സ്, ലിസണിംഗ്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മലയാളം എന്ന ഭാഗത്തേക്ക് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാതിരിക്കുന്ന വ്യക്തികളായിരിക്കാം. അവർക്ക് CSAT എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ക്വാളിഫയിങ് മാർക്ക് മാത്രം മതി എന്നുള്ളതാണ് CSAT എന്ന് പറയുന്നത്. അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് GKക്ക് തന്നെയാണ്, ജനറൽ നോളജിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ജനറൽ സയൻസിന് തന്നെയാണ്. പക്ഷെ ഇവിടെ അവർ വരുമ്പോൾ അവർക്ക് കേരള റിലേറ്റഡ് ഫാക്ടുകളൊക്കെ വളരെ പുതുതായിട്ട് പഠിക്കണം, കേരള ആർട്സ് ആൻഡ് കൾച്ചർ ഒക്കെ പുതുതായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ കേരള PSCയുടെ മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജിൽ നിന്ന് 10 മാർക്ക് പുതുതായിട്ട് പഠിക്കണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ കൊണ്ട് ഇവിടെ കേരള PSC സാധാരണ ആളുകൾക്കും ഇവിടെ അതിന്റെ ഒരു എഡ്ജ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് പുതുമയല്ല, നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുക. അവര് പുതുക്ക് പഠിക്കാൻ വരിക. പിന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. ഇനി അറിയില്ലെങ്കിൽ കൂടി നമ്മൾ ആ പഠിച്ചെടുക്കാനുള്ള സമയം 3-4 മാസം നമ്മുടെ മുന്നിൽ ഉള്ളതാനും അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. ഏതൊരു പരീക്ഷയ്ക്ക് നന്നായി പഠിച്ച് അത് പരീക്ഷാ ഹാളിൽ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കോൺഫിഡൻസ് ലെവലോട് കൂടി നിൽക്കാൻ ഏകദേശം 3 മാസം തന്നെ മതി. അതിന് 6, 9, 1, 2 വർഷമൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. ഇനി LDC പഠിക്കുന്നുണ്ട്, അപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഉപയോഗപ്പെടുമോ? സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചോദ്യമാണ്, LDC നോക്കണോ ഡിഗ്രി ലെവൽ നോക്കണോ? LDC ആണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ LDCക്ക് പോവുക. ഡിഗ്രി ലെവൽ നിങ്ങൾക്ക് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ട് നിങ്ങൾ LD ആയിട്ട് ജോലിക്ക് കയറാനാണ് താല്പര്യപ്പെടുന്നെങ്കിൽ LDക്ക് പോവാം. അല്ല, ഡിഗ്രി ലെവൽ എനിക്ക് വേണമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗുണം എന്ന് പറയട്ടെ, ഡിഗ്രി ലെവൽ നിങ്ങൾക്ക് കിട്ടും, താഴെത്തട്ടിലുള്ള LDയും കിട്ടും. ഇനി LDക്ക് മാത്രം പ്രിപ്പയർ ചെയ്തിട്ട് LD കിട്ടിയില്ലെങ്കിലോ കയ്യിലുണ്ടായിരുന്നത് പോയി ഒന്നുമില്ല അവസ്ഥ വന്നേനെ അല്ലെ. അപ്പൊ LD കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. മറ്റേതാകുമ്പോൾ ഡിഗ്രി ലെവൽ കിട്ടിയില്ലെങ്കിലും LD കിട്ടുമല്ലോ എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു നോക്കൂ, സാമർത്ഥ്യത്തോട് കൂടി പഠിച്ചു നോക്കൂ, നിങ്ങൾ ഡിഗ്രി ലെവൽ നേടും, എല്ലാ പരീക്ഷകളും നേടും. നിങ്ങൾ സെൻട്രൽ ലെവൽ പരീക്ഷ എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് അതും കിട്ടും. ആ ലെവൽ നിങ്ങൾ ഉയരും. ആ ലെവലിൽ പഠിക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും സിലബസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കേരള PSCയുടെ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഉണ്ടായ 100ഓളം ചോദ്യ പേപ്പറുകൾ, ആ ചോദ്യങ്ങൾ തന്നെ വിശകലനം ചെയ്ത് ചോദ്യങ്ങളുടെ ഉത്തരവും ആയതുമായ കണക്റ്റഡ് ഫാക്ടുകളും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കട്ട് ഓഫ് കിടക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത്തരത്തിൽ 100ഓളം ചോദ്യ പേപ്പറുകൾ നമ്മൾ ടെലിഗ്രാം ചാനലിൽ നൽകിയിട്ടുണ്ട്, ഉത്തരങ്ങൾ മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ. അത് വെച്ച് നിങ്ങൾ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് കട്ട് ഓഫ് എടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്നിട്ട് നിങ്ങൾ
അഡ്വാൻസ് ലെവലും കൂടി നോട്ടുകൾ തയ്യാറാക്കി, അല്ലെങ്കിൽ അത്തരം നോട്ടുകൾ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്, അതും കൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ജോലി ഉറപ്പാക്കത്തക്ക രീതിയിലുള്ള ലെവലിലേക്ക് സഞ്ചരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ എത്ര പഠിച്ചാലും അതെല്ലാം പരീക്ഷാ ഹാളിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു എക്സിക്യൂഷൻ ലെവൽ, ആ ഒരു സംഗതി കൂടി നമ്മൾ സെറ്റ് ചെയ്യണം. അതിന് സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള ഒരു മനക്കരുത്ത് വളരെ നേരത്തെ തന്നെ സെറ്റ് ചെയ്യുക. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അങ്ങ് തൊട്ടാവാടിയെ അങ്ങ് പോവാതെ എന്തിനേയും വളരെ ബോൾഡായിട്ട് തന്നെ, ഒരു പരീക്ഷയെ വളരെ ബോൾഡായിട്ട് തന്നെ നമ്മൾ സമീപിക്കുക. ഓക്കെ, നമ്മുടെ കൈകളിലാണ് എല്ലാം. മറ്റ് ഒരാൾ വിചാരിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം. ശരിക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഇന്നലകളെയും നമുക്കുണ്ടായ പരിഹാസങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ മോട്ടിവേഷൻ. അല്ലാതെ മറ്റൊരാൾ പറയുന്ന 110 കാര്യങ്ങളൊന്നും അല്ല, വാക്കുകളല്ല. അത് അയാളുടെ മോട്ടിവേഷൻ ആണ്, അയാളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ഇന്നലകൾ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ കളർഫുൾ ആയിട്ടുള്ള നാളേക്ക് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറെടുക്കാം. ഓക്കെ, അപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ UPSC ലെവൽ സ്റ്റഡി പ്ലാൻ കോഴ്സ് ഫീച്ചേഴ്സ് പെയ്ഡ് ബാച്ചും ഉണ്ട്. താല്പര്യമുള്ളവർക്ക് പെയ്ഡ് ബാച്ചിലും ജോയിൻ ചെയ്യാം. ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ലൈവ് കഴിഞ്ഞാൽ അതിന്റെ റെക്കോർഡിംഗും അവൈലബിൾ ആണ്. എനി ടൈം വാച്ചബിൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്ഡേറ്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് ആണ്, എല്ലാം തന്നെ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കാം. ഡെയിലി സ്റ്റഡി പ്ലാൻ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. UPSC ലെവൽ കേരള PSC ഡെയിലി സ്റ്റഡി പ്ലാൻ ആണ്. മെന്റർഷിപ്പ് ഗൈഡൻസ് എന്നിൽ നിന്ന് ഡയറക്റ്റ് മെന്റർഷിപ്പ് കിട്ടുന്നുണ്ട്. വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഇത് ഓപ്ഷണൽ ആണ്. ഓക്കെ, മാൻഡേറ്ററി അല്ല, ഓപ്ഷണൽ ആണ്. ഇനി സിലബസ് കംപ്ലീഷൻ ആണ് നമ്മൾ പറയുന്നത്. 100 മാർക്കിന്റെ ടെസ്റ്റ് സീരീസും എക്സ്ക്ലൂസീവ് എക്സാംസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ 100% സക്സസ് ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു കോഴ്സ് M-Favor ലേണിംഗ് ആപ്പിൽ ഈ വരുന്ന 5-ന് ആരംഭിക്കുന്നുണ്ട്. LSTA സെക്രട്ടറി, കേരള പോലീസ് സബ് ഇൻസ്പെക്ടർ എന്നീ 2 പരീക്ഷകൾക്കായിട്ടുള്ള കോമൺ പ്രിലിമിനറി എക്സാമിനുള്ള ഒരു കോഴ്സാണ്. അപ്പൊ എന്റെ എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഈ പറയുന്ന കേരള PSC ആയാലും UPSC ആയാലും റെയിൽവേ ആയാലും SSC ആയാലും മറ്റു പരീക്ഷകളൊക്കെ ആയാലും ഇതിൽ എന്നെ ജയിക്കാൻ എനിക്ക് ഇതിൽ ജയിച്ചെടുക്കാൻ പറ്റിയ ആ ഒരു സ്ട്രാറ്റജി, അതിനെ കുറച്ചും കൂടി ഒന്ന് റിഫൈൻ ചെയ്ത് പോളിഷ് ചെയ്ത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കട്ടക്ക് നിൽക്കാൻ പറ്റുന്നവര് കയറുക. നന്ദി.